types of accounting: assets, liabilities, expense, and income. First one is assets. They are the economic resources of an enterprise that can be used in terms of monetary. Assets are value based, used in the business in its operations. Assets എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ അല്ല ഉടമസ്ഥയിലുള്ള ഭാവിയിൽ നമുക്ക് നേട്ടം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭവത്തിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിലെ ആസ്തി എന്ന് പറയും, അല്ലെങ്കിൽ മുതൽക്കൂട്ട് എന്ന് പറയും, അല്ലെ? അസറ്റ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു: ഫിക്സഡ് അസറ്റ് ആൻഡ് ദ കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോങ് ടേം ബേസിസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് ലാൻഡ്, മിഷനറി, ബിൽഡിങ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഫിക്സഡ് അസറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ 1 ഇയർ കഴിഞ്ഞാലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഫിറ്റ് അപ്പോഴും നമ്മൾ കയ്യിൽ വരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ബേസിസ് ആണ്. നമ്മളെന്താണ് ബിൽസ് റിസീവബിൾ, പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയാലും ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയാലും ഇതൊക്കെ നമ്മുടെ എന്താണ്? കറന്റ് അസറ്റ് ആണ്. എന്ന് വെച്ചാൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് നേടി തരാനായിട്ടുള്ളതാണ് നമ്മുടെ എന്ത്? കറന്റ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് liabilities. They are the obligations or debt that the enterprise must pay in money or services. Liabilities എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിക്കോ ബിസിനസ്സിനോ മറ്റുള്ളവർക്ക് നൽകാനുള്ള ആ സാമ്പത്തികത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ബാധ്യതകൾ എന്ന് പറയും, കടബാധ്യതകൾ എന്ന് പറയും. These liabilities are classified into 3 groups: capital, current liabilities, and the fixed liabilities. Capital: the owner invests money ഫോർ ഹിസ് യൂസ് ഇൻ ദ ഫേം. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ഫിക്സഡ് ലയബിലിറ്റീസ് ആൻഡ് ദ കറന്റ് ലയബിലിറ്റീസ്. ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അസറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വരുന്നതും. ഇവിടെ ലയബിലിറ്റീസ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ 1 ഇയർ ആയാൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകൾ, അതാണ് നമ്മുടെ ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 12 മാസത്തെ വായ്പ അല്ലെങ്കിൽ ബോണ്ട്, അത് കഴിഞ്ഞ് നമ്മളത് തിരിച്ചു നൽകേണ്ടതാണ്, അല്ലെ? അതാണ് ഫിക്സഡ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ വിത്തിൻ 1 ഇയർ എന്ന് വെച്ചാൽ നമ്മൾ വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ, അതൊക്കെയാണ് നമ്മുടെ കറന്റ് ലയബിലിറ്റീസിലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ബാങ്കിലത്തെ ഓവർ ഡ്രാഫ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കറന്റ് ലയബിലിറ്റീസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കംസ് ദ എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ആ വാക്കിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലേ, അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് ആർ ഓഫ് ടു: ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദ എക്സ്പെൻസസ് റിലേറ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ ദ പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വേജസ് ആയാലും മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഫ്രേറ്റ്, ഇതൊക്കെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അകത്ത് വരുന്നതാണ്. ദെൻ കംസ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് മറിച്ച് ബാക്കിയുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അഡ്വർടൈസ്മെന്റ്, സാലറി, ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് ഇൻകം. ഇറ്റ് ഈസ് ദ നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫ്രം ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഓർ ദ അതർ ആക്ടിവിറ്റീസ്. നമ്മൾ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫ്രം ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഓർ അതർ ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ നമ്മൾ പറയാ എന്താണ്? സാധനങ്ങൾ വിൽപ്പന ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം, പണം, അതൊക്കെ എന്താണ്? ഇൻകത്തിന്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ സർവീസസ് ആയാലും അതൊക്കെ ഈ ഇൻകത്തിന്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ മലയാളത്തിൽ വരുമാനം എന്ന് പറയും. സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്: അസറ്റ്സ്, liabilities, expense, and income.